പൊന്നേ പൊന്നു ഗുഡ് മോർണിംഗ്. എങ്ങനെ പറയാ? ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വൈകുന്നേരത്തതാ അച്ചുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അച്ചുട്ടിക്ക് അമ്മുട്ടിക്കൊരു പാൻറ് വേണമെന്ന് പറഞ്ഞല്ലേ. പാൻറ്റും കണ്ട നല്ല രസമല്ലേ. ആദ്യമായിട്ടാണ് കേട്ടോ അവരിങ്ങനത്തെ ഇങ്ങനെ ഫുൾ കൈയായിട്ട് വരുള്ളൂ. അപ്പം അതിന് സ്ലീവ്ലെസ് ഇതാ. ഇതിനധികം വിലയൊന്നും ആയില്ല അല്ലേ. 220 രൂപ ഈ ഒരു ടോപ്പിനും. ഇതിനെത്ര 400. ഞാൻ വിചാരിച്ചത് ഇതിന് തോന്നപ്പോൾ, പക്ഷെ ഇത് നമ്മുടെ അച്ചുവിന് കിട്ടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പൊന്നോ എന്താണ് കുട്ടിക്ക് പിന്നെ ഇതാ അമ്മൂന് ടോപ്പ് വാങ്ങിയില്ല. അമ്മു ടോപ്പ് നോക്കി കുറേ നോക്കി. അമ്മൂന് പറ്റിയത് ഏതും ഇല്ല കേട്ടാ. അപ്പം അമ്മുതാ ഈ ഒരു പാൻറ് മാത്രം വാങ്ങി. ഇനി അമ്മൂല്ലേ ഇതൊരു എങ്ങനെ പറയുക, ഒരു വർഷത്തോളം ഇത് ഉപയോഗിക്കും കേട്ടോ. കാരണം അമ്മു ഒരു എന്താ നീലിയുണ്ട്, ഇനിയിപ്പോൾ കറുപ്പ് ആയില്ലമ്മോ. ഇനി ടോപ്പുകൾ മാത്രമേ വാങ്ങുള്ളൂ, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയില്ല. ഈ ടോപ്പുകൾ മാറ്റി മാറ്റി എടുക്കുമ്പോൾ ഈ പാൻറ്റാണോ പറഞ്ഞു വെച്ചാലും കുറേ ഇതായ പോലെ തോന്നും. അച്ചുവിന് ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ചു അപ്പോൾ അവരുടെ വിഷ്കൈന്നിട്ട് എന്തായാലും അവർ മുതലാക്കി. രസമില്ലേ ഇത്? ഇട്ടപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് എടുത്തതാണ്. അമ്മ അച്ചു നിങ്ങൾക്ക് ഉടുപ്പിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് എടുക്കോ എന്നുള്ളത്. ഉടുപ്പ് എനിക്ക് ഉടുപ്പ് ഇട്ടിട്ട് കാണണമെന്ന് ഞാൻ പറയും. പെൺകുട്ടികൾ അവരാർക്ക് മക്കളുള്ളപ്പോൾ അവരവരിടണ്ടേ. അമ്മൂട്ടിക്ക് ഇത് പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ. അച്ചുവിനും എടുത്തത് അമ്മൂനും ഇടാൻ പറ്റും, രണ്ടുപേർക്കും സൈസാണ്. ബെൽറ്റ് ഇട്ടു അതല്ല ഇപ്പൊ രാവിലെ കേട്ടോ സമയം. രാവിലെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു ഉച്ചയുടെ പോലെ തോന്നണില്ലേ. വെയിലെറിച്ചു കേട്ടോ. ഇവിടെ ഒരു 7:30 ആകുമ്പോഴേക്കും വെയിലെറിക്കും. നമ്മൾ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചുണ്ട് കാരണം എവിടേക്കും നമുക്ക് പോകാൻ പറ്റണില്ല കേട്ടോ. അമ്മാതിരി ചൂടാണ്. പാലക്കാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാവിടെയും കണ്ടില്ലേ അവധി. ചൂട് സഹിക്കാൻ പറ്റാണ്ടാണ്. ഒന്നും നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല. രാവിലത്തെ പണി തുടങ്ങണമല്ലോ. ഞാനൊരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. ഡാർക്ക് ബ്ലൂ അല്ലേ? ഇതെങ്ങനെയുണ്ട്? കളർ കാണില്ല, കരിമ്പച്ച കളറാണ് കേട്ടോ. ഇതാണ്ടോ ആ ഇതാണ്ടോ. അപ്പോൾ കാണില്ല, ഇത് ഷെയ്പ്പാക്കാൻ കൊടുക്കണം. കണ്ടില്ലേ? സുകന്യക്ക് എടുത്തില്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു കളർ ചേഞ്ച് തന്നെയല്ലേ കേട്ടോ അവൾക്ക്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഇവർക്ക് കുട്ടികൾക്ക് എടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് എടുക്കുക എന്നുള്ളത്. അങ്ങനെ എടുത്താണ് ഞാൻ. ഇതന്നെ ഇങ്ങനത്തെ തുണിയാകുമ്പോൾ എന്താണെന്ന് അറിയോ, കീറണ വരെ നമുക്ക് ഈ തുണി എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും, ഇടാൻ പറ്റും. കണ്ട ഇതിൻ്റെ ഒരു പച്ച, ഇതിൻ്റെ ഒരു പച്ച ഒരു തുണ കണ്ടിട്ടുണ്ടോ? അതും എത്ര ഇടുന്നു പറഞ്ഞിട്ടാ. ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ പച്ച ഡ്രസ്സ് ഇട്ടാൽ. അമ്മ എപ്പോഴും പറയും നല്ല രസമാണ് ആ പച്ചട്ട, ഒതുങ്ങി കിടന്നോളും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് ഇഷ്ടമായോ നിങ്ങൾക്ക്? നമ്മളപ്പോൾ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ, കുട്ടികൾക്ക് എടുക്കണണ്ടപ്പോൾ പെട്ടെന്ന് ഇരിക്കുന്ന ഒന്ന് എടുക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്താണ്. ഇനി പുറത്തേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ എടുക്കാമല്ലോ. ഇതിനെത്ര 500 700 എത്ര രൂപയാണ്? അപ്പോൾ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാട്ടോ, പക്ഷെ ഒന്നും വീഡിയോ എടുക്കൽ നടന്നില്ല. നമ്മൾ ഈ ആദ്യം ഈ ഇതൊന്നും ഓൺലൈനിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് വീടുത്തവർ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുമായിരുന്നു കേട്ടോ. കുറേ കളറുകൾ, ഇങ്ങനെ ഓരോ കളറുകൾ ജോലിക്ക് പോകണവർ എടുക്കുമായിരുന്നു. അത് ഇപ്പം നിർത്തി വെച്ച് പറഞ്ഞിരുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് അങ്ങനത്തെ എടുക്കണം, നമുക്ക് എടുത്ത് കഴിഞ്ഞ് വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ ഇനി അടുത്ത ചൊവ്വാഴ്ച നമുക്ക് 56 ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അതൊന്നും ഇടില്ല, വേറെ ഏതെങ്കിലും സെറ്റ് സാരിയോ സെറ്റും കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കും. പിന്നെ ഭയങ്കര ഇവിടെ അല്ലേ ചൂട് കാരണം കോട്ടൻ്റെ എന്തെങ്കിലും ഇടാനേ ഉള്ളൂ. എനിക്ക് കറുപ്പ് കളർ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്ക് കറുപ്പേ ഇല്ല. ഏത് ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറുപ്പ് ഡ്രസ്സില്ല. പക്ഷെ അനിയേട്ടൻ പറഞ്ഞു ചൂടാണ്, ഈ കറുപ്പ് എടുത്തിട്ട് എവിടേക്കാണ് ഇതാക്കണത്, പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയുന്നു, രാവിലെ സമ്മതിക്കണം ആ റബ്ബർ വെട്ടുന്ന ആൾക്കാരെ. അവർ 6:30 ആകുമ്പോഴേക്കും തുടങ്ങിയിരിക്കണം കേട്ടോ അവരുടെ പണി ചെയ്യൽ. പനി ഞാൻ ഇവിടെയൊക്കെ അടിച്ചോരി തഴ കേട്ടോ. അമ്മുട്ടിയോ ഓരോ പണികൾ ചെയ്യണ്ടേ?
അമ്മ ഇരിക്കണ കുടിച്ചതില് ചായ ഏതാ കുടിക്കാൻ ഇഷ്ടായത്? കേട്ടോ. ഇനി എന്താ രാവിലെ കഴിക്കാൻ? ഉപ്പുമാവ് മതിയോ? ദാ ഈ ഒരു കൈച്ചേന് വേണം പറഞ്ഞിട്ട് ഒരു കൈച്ചേനും വാങ്ങിയിട്ടോ, 2 ചീർപ്പും വാങ്ങിയതാ. വിഷ്കൈന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഉഷാറാക്കി അല്ലേ പൊന്നോ? എന്താണെന്നൊരു ഉഷാറില്ലാത്ത അമ്മ കുട്ടിച്ച്? ഇതാ അച്ചു ചേച്ചിയുടെ ഉടുപ്പ് ഇഷ്ടമായോ? ആ അത് കുട്ടിയിട്ടോന്നാ ഒട്ടോട്ടോ. അവൻ്റെ ഇത് പറഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കാണേ. വേണ്ട എന്നാ എടുത്തോ എടുത്തോ. എൻ്റെ കുട്ടിക്ക് കളറുള്ള ഇതെന്തിനാ ഇത് വാങ്ങിയത്? ഇതെന്തിനാ അമ്മു? അല്ലെങ്കിൽ ഇങ്ങടെ ചുരുണ്ട മുടിയാണ് ഇത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ അങ്ങോട്ട് വെച്ചിട്ടാ ഓട്ടെ. നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. ഇതെന്തേട്ടാ ചീന്തിയ പോലെ കാണാത്തത്? അത് എണ്ണ വെച്ച് കുളിച്ചാൽ ശരിയാവും. എൻ്റെ കുട്ടനെ മുടി വെട്ടണം കേട്ടോ. അത് എണ്ണയൊക്കെ എത്തോണ്ടാണ്. ഇത് ക്ലിപ്പ് ഇതൊക്കെയാണ് അവർക്ക്. അവരെന്നിട്ടേ ചോദിക്കുകയാണേ കുട്ടികൾക്ക് ആ ക്രീം വേണ്ടേ ഈ ക്രീം വേണ്ടേന്ന്. ഇവിടെയുള്ള മക്കൾ ഒരു ക്രീമും തേക്കില്ല. ആകെ എന്താ ഇതൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും എന്നറിയും. ഈ സംഭവമൊക്കെ ചീർപ്പൊക്കെ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. ഈ കഴിച്ചതിന് ഇപ്പോൾ ഇതാ 2 ദിവസം ചിലപ്പോൾ ഇടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഊരി വയ്ക്കും. അങ്ങനെയുള്ള മക്കളാണ്. ഇന്നത്തെ പൊട്ടാണ് പറഞ്ഞാലും ഐലീനറും കൊണ്ട് ഒരു പൊട്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ വല്ലാണ്ട് ഫാൻസി സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ ചിലവാക്കണം. എൻ്റെ പൊണ്ണിച്ചേ എന്തോ വണ്ടി ഏട്ടോ എടുത്തോ. എന്താ കിച്ചു ഇങ്ങനെ കിടക്കണ നീ? കളിച്ചോളൂ കളിച്ചോളൂ കേട്ടോ. കൊടലേറക്കാൻ പിടിക്കും കേട്ടോ അങ്ങനെ കടന്നു കഴിഞ്ഞു വെച്ചാൽ. ഇതാ ഇവിടെ ഒരു കുണ്ടല്ലേ, കുണ്ട്. ആ അവൻ്റെ മുടി വെട്ടാറായേ. കാട്ട് കാട്ട് കാട്ട്. നല്ല സുഖമല്ലേ കൊണ്ട് ചെയ്യുന്നതാൻ? ഏയ് അങ്ങനെയാണ് ചെയ്യുന്നത്? അങ്ങനെ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. എത്ര ഓട്ടുന്ന പൊടിയാണ്. വേനൽക്കാലമായതുകൊണ്ട് എല്ലാ ഫാനും ഓടാൻ തുടങ്ങിയപ്പോൾ പൊടി വേഗം വേഗം അറിയാന്നുണ്ട്. മറ്റേത് ഫാൻ ഇട്ടാറില്ലല്ലോ. അയ്യോ ഫാനില്ലാണ്ട് ഇവിടെ രാവിലെ മുതൽ ഫാനില്ലാണ്ട് പറ്റിയില്ല. ആർക്കൊന്ന് മിറ്റടിക്കാൻ ഇഷ്ടം? ആർക്കും ഉള്ളടിക്കാൻ ഇഷ്ടം? എനിക്കിഷ്ടം. ചേച്ചി അടിക്കുന്നു. പിന്നെ ഇല്ലാതെ ഈ സൈഡിൽ കൂടെ ഒക്കെ കണ്ടോ ഇവര് പൊടിയുള്ളത് അടിക്കാൻ ഇവർക്ക് മടി. ഇവിടെ എങ്ങനെ ഇത് വന്നാണോ അല്ലേ കളർ വ്യത്യാസം? ഈ ചുമരിലൊക്കെ കുട്ടികൾ ചളിയാക്കിയിട്ടേ ഇതൊക്കെ എങ്ങനെ പറയുക തുടയ്ക്കൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തുടയ്ക്കിട്ടോ. എന്നാലും വേണ്ടില്ല. നമ്മൾ എല്ലാവരും പറയും ചെറിയ കുട്ടികൾ ഉള്ളിടത്ത് ശ്രദ്ധിച്ചാൽ മതിയെന്ന്. നമുക്കിവിടെ ശ്രദ്ധ ചിലപ്പോൾ എപ്പോഴും എത്തിക്കൊള്ളണമെന്നില്ലാലേട്ടാ. അതെങ്ങനെ നടക്കിടാൻ പറ്റുക പൊന്നെ? ആവോ ഇത്ര നീളമുള്ളത് എങ്ങനെ നീടുക? നന്നായി നന്നായി. അമ്മ ചേച്ചി പാൻറ് എന്തായാലും അവന് പറ്റും അല്ലേ? അമ്മ ചേച്ചിയുടെ പാൻറ് എന്തായാലും അവന് പാകമായിരിക്കും. കുറച്ച് നീളം കുറവാകുമെന്ന് മാത്രമേ സംശയമുള്ളൂ. പൊന്നൂനെ പാൻ്റല്ലേ? തക്കാളിയുടെ ചെടി അതും മുളച്ചു. തക്കാളിൻ്റെ ഇതിലോ ഇത് വഴുതനങ്ങ. പക്ഷെ മുളക് വന്നില്ല, ബാക്കി വന്നു.
അതങ്ങോട്ട് ഓരോടത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ. മാങ്ങട അച്ചോ, മുരിങ്ങയ്ക്ക് നല്ല ശക്തിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്ക് വാടുന്നു ചെണ്ടുമല്ലി. ആ ഇതാ ആരാ വിളിക്കണോ അത്ര. ഇവിടെ അല്ലേ നമ്മളിത് തുടച്ച് കളർ വരണം കേട്ടോ. അപ്പോൾ തുടയ്ക്കുമ്പോൾ കണ്ടോ കുറച്ചൊരു കളർ വരുന്നുണ്ടല്ലേ. അപ്പോൾ തുട കഴിഞ്ഞാൽ അതാ അവിടെയൊക്കെ കണ്ടോ വെയിൽ. നമ്മൾ ഈ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലിൻ്റെ ചൂട് കാരണം എവിടേക്കും കുട്ടികൾക്കാണ് പറഞ്ഞു വെച്ചാൽ തന്നെ പോകണമെന്നിപ്പോൾ പൂതിയില്ലാതെ. ചെരുപ്പ് ഇടാണ്ട് കണ്ടോ കിച്ചുവോ, കാല് പൊള്ളുന്നു. അത് വെച്ചു ആയിരണം നിർത്തി കേട്ടോ. നിർത്തി എന്താ കുഞ്ഞാ ഇനി എങ്ങനെ കുളിക്കും കനാലിൽ വെള്ളമില്ലാണ്ട്? ഇതിപ്പോൾ 3 കുളി കഴിയേണ്ട സമയമായി. ഇപ്പോൾ മുഖത്തേക്ക് വെയിലടിച്ചിട്ടേ എമ്മാതിരി വെയിലടിച്ചിട്ടാ. ഇനി കറി വെക്കണം കേട്ടോ. ചോറ് ആയി. രാവിലെ ഇപ്പം കഞ്ഞിയും തേങ്ങ ചമ്മന്തിയും. പലഹാരം ഉണ്ടാക്കുമ്പോൾ ആർക്കും പലഹാരം വേണ്ട. അപ്പം കഞ്ഞിയാകുമ്പോൾ നിൽക്കില്ലേ. വിറക് പെറുക്കാനേ പോയ മൈഗ്രെയിൻ്റെ തലവേദന എങ്ങനെ വരുന്നു പറഞ്ഞിട്ടാ. ചൂടൂരിയൊക്കെ പൊന്തിട്ടോ. അതിനെന്താ ഇവിടുത്തെ ചൂട് വെച്ചിട്ടാ ചില്ലറയില്ല. ഇന്നലെ കിച്ചുവിന് രാത്രിയായപ്പോൾ പിന്നെയും അലർജിയുടെ പ്രശ്നം കാരണം അലർജി പൊന്തിയിട്ടേ 2 പ്രാവശ്യം. ഇനി ഞാനില്ലേ കൂട്ടാനായി കഴിഞ്ഞ് വൈകുന്നേരത്ത് എന്തെങ്കിലും ചളിയായി കഴിഞ്ഞാൽ തുടച്ച് കഴിഞ്ഞാൽ, പക്ഷെ എത്ര തുടച്ചാലും ഈ കാവിയില്ലേ ഇങ്ങനെ കളറ് വരുന്നുള്ളൂ. പക്ഷെ ചുവപ്പ് കാവി നല്ല കളർ വന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ചുവപ്പന്നെ ഇട്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. ഇതാണ്ടോ ഇവിടെയും ചുവപ്പ് നല്ല വൃത്തിയുണ്ട്. നിറച്ച് ഉറുമ്പല്ലേ ഇവിടെ. കടിക്കണ ഉറുമ്പേ. ഇപ്പം ജനലൊന്നും തുറന്നിടാനും തോന്നുന്നില്ല കേട്ടോ. ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പാമ്പോ ചേമ്പോ എന്തെങ്കിലും ഇതാ ഇവിടെ ഇങ്ങനെ കാടല്ലേ. അപ്പോൾ പാമ്പ് വരുന്നുണ്ടെങ്കിൽ അറിയും കൂടിയില്ല. കുറേ പാത്രങ്ങൾ നമ്മൾ വിഷുവിന് എടുത്ത് വെച്ചതുണ്ട് കേട്ടോ. അതൊന്നും എങ്ങനെ പറയുക എടുത്ത് വെച്ചിട്ടില്ല. നാളെ ഞാൻ പാത്രം കഴുകുമ്പോൾ സോപ്പ് തേച്ചില്ല പറഞ്ഞിരുന്നു. എന്ത് പാത്രം കഴുകില്ല. ഇത് പാത്രം കഴുകുമ്പോൾ സോപ്പ് തേച്ചിട്ട് തന്നെ കേട്ടോ പാത്രം കഴുകാറ്. എന്താ അല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ പാത്രം കഴുകുക? ഇതൊക്കെയാണ് ചില ആൾക്കാർ എന്തൊക്കെ കാരണങ്ങളാണ് ഈ കണ്ടുപിടിക്കുന്നത് പറഞ്ഞിട്ടാണ് നമ്മളെയും അന്തം വിടും. എന്താണ് ഭഗവാനെ ഇങ്ങനെ ഇവർ പറയുന്നത്. അത്രയും നമ്മളവർ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെന്താണ് ചെയ്യണത് എന്നുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ പാത്രം കഴുകുമ്പോൾ സോപ്പ് തേച്ചിട്ട് തന്നെ കേട്ടോ കഴുകുക. അപ്പം ഇന്നില്ലേ രസം വെക്കണം വിചാരിച്ചിട്ടാണ്. രസവും ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂട്ടാൻ ആർക്കും അധികം ഒന്നാമത് കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കണൊക്കെ ഭയങ്കര കമ്മിയാണ്. അപ്പോൾ മൊത്തം ഇതാക്കിയോ. ഇനി അത് തുടയ്ക്കണ്ടേ. അപ്പോൾ അവിടെയും വരയണം. അതാണ്ടോ ഉറുമ്പ് ഇന്നലെ മാങ്ങ പഴുത്ത മാങ്ങയേ വെച്ചിട്ടാണ് അതിനെ. ഉറുമ്പ് നമ്മുടെ റൂമിൽ കൂടി ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ് നോക്കിക്ക് വളർന്ന് കുറച്ച് വലുതായി. അവിടെ
അവിടെ മണി പ്ലാന്റ് വളർന്നു വലുതായി. ഇനി അമ്മ ചേച്ചി കുളിക്കണേ ഏട്ടന് ഓട്സാണ് കേട്ടോ രാവിലെ. ഓട്സ് ഇത് എത്ര അച്ഛ കുറച്ച് കുടിക്കാൻ വെള്ളം വെക്കണേ. കുടിക്കാൻ വെള്ളം വെക്കണേ. ഉച്ചയ്ക്ക് മോര് വാങ്ങിക്കൊണ്ടെന്നാൽ മതി ചേട്ടാ. പേരിയും വെച്ചാൽ മതിയോ? ആ കൂട്ടാൻ വെക്കണോ? വേണ്ട. വൈകുന്നേരത്ത് വെച്ചാൽ മതിയോ? ആ എന്താ കൂട്ടാൻ വെച്ചിട്ടില്ലേ? വെറുതെ കളയണേ. മോര് കുറച്ചുണ്ട്, അത് തികയൂല. അത് മതിയില്ലേ? അത് മതി. അപ്പം അതാ ഇവിടെ കണ്ടില്ലേ ഇത്രയും വൃത്തി. ഇവിടെയൊക്കെ വൃത്തിയായിട്ടോ. എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. അതെന്താണെന്നറിയോ? എന്താ മുട്ടി എന്താ നമ്മുടെ ഇത് കണ്ടില്ലേ നല്ല ഇതിൻ്റെ വെള്ളത്തുണി ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇത് വാങ്ങിയതാണ് ഇത് തുടയ്ക്കാൻ വേണ്ടി. ചുമരിൽ കുറേ ഭാഗങ്ങളില്ലേ ചെറിയൊരു ഒക്കെ ചവിട്ടിയിട്ട് കുട്ടികളൊക്കെ ചവിട്ടിയിട്ട് ചളിയാക്കിയിട്ടുണ്ട്. എന്താ ചില കൂട്ടുകാർ പറയുന്ന പോലെ നമ്മുടെ വീട് വൃത്തികേടാക്കാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ അപ്പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന വീടൊക്കെ എന്താ ഒരുവിധമൊക്കെ വൃത്തികേടൊക്കെ ആയിക്കണം കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതും കൊണ്ടല്ല, നമ്മൾ എല്ലാവരും പാടെ ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. ഇത്രയും കാലം നമ്മൾ ഇരുന്നിട്ട്. അപ്പോൾ അതും കൊണ്ട് ഇതൊക്കെ എന്താ പൂവാത്ത് കണ്ടോ? നല്ല തുണി കൊണ്ട് ഇത് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഇങ്ങനെ തുടച്ച് വിടും കേട്ടോ നമ്മൾ. ഇവിടെ ഇത് ചുമരിൽ ഇത് പോയിക്കാണേ. എന്താ വക്കര തട്ടിയ പോലെ. എത്ര അല്ലാതെ വീട് വൃത്തികേടാവും വിചാരിച്ചിട്ടൊന്നും അല്ല. നമുക്ക് എല്ലാവരും പാടെ ചെയ്യുമ്പോൾ അതിന് കാരണങ്ങളുണ്ടാവും. നമ്മളങ്ങനെ ചെയ്യില്ലേ? കിട്ടിയോ? എവിടെ JCB? അത് JCB ആണോ? ആ JCB എന്നല്ല ആണോ? എന്നിട്ട് എവിടെ അതിന് കൈ? ആ അത് JCB തന്നെ. ചക്രമുണ്ട്. കണ്ണും മൂക്കൊക്കെ ഉണ്ടായിന് അല്ലേ? ഇതിൻ്റെ ഒരു വെള്ളത്തുണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ തുടയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളത്തുണി നല്ല സുഖമാണ് തുടയ്ക്കാൻ. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടതാ ഇതാകുമ്പോൾ കണ്ടോ ഒരുപാട് കളിയൊന്നുമില്ല, എന്നാലും ഉണ്ടായിരുന്നു. നമ്മൾ വിഷുവിൻ്റെ തലേദിവസം എല്ലാ ചുമരും തുടച്ച് വൃത്തിയാക്കിയതാട്ടോ എല്ലാവിടെയും. ഇനി ഇതാ ഇതിൽ മീൻ വറുത്തതാണ്, അതിൽ പപ്പടം കാച്ചി എണ്ണയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നിൽ ചുക്കുവെള്ളം ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി വെച്ച് നമ്മൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പോട്ടെ. അവിടെ പോയിട്ട് വേണം എന്തെങ്കിലും. എന്തോ ഇതൊക്കെ എന്തോ മാങ്ങയുടെ എന്തോ ആണ് കേട്ടോ. വാതിൽ വേറെ തുണിയും കൊണ്ടും ഇത് വേറെ തുണിയും. എന്താ എൻ്റെ അമ്മ അറിയണ പോലെ ഇത് ചളിയായി കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലേ അമ്മ വരുമ്പോൾ നല്ല ചീത്ത അറിയും കേട്ടോ. അമ്മ അറിയും ഇതൊന്ന് തുടച്ചുകൂടെ പറയും. ഇപ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ പരിപാടി എന്താണെന്നറിയോ? എന്തെങ്കിലും എന്താ ഇവിടെ തുടച്ചതാണ് കണ്ടോ. ഏറ്റവും വലിയ പരിപാടി ജ്യൂസ് അടിക്കലാണ്. ഇപ്പോൾ എന്താ കിട്ടുന്നത് പറഞ്ഞു വെച്ചാൽ അത് ജ്യൂസ് അടിക്കുക. വേണ്ട, നീ കുളിപ്പിച്ചു കൊടുക്കണ്ട. നീ ചേച്ചി കുളിക്കണ്ട. ചേച്ചി കുളിപ്പിക്കണ്ട. സാധാരണ ചേച്ചിയാണ്ട് കുളിപ്പിക്കില്ല. ഇന്നിപ്പോ എന്ത് പോയി ചാച്ചു വെച്ചടി. എന്നാ വേണ്ട ഇന്ന് അമ്മ കുളിക്കണ്ട്. ഞാൻ തലയിൽ എണ്ണ വെച്ചിട്ട് കുറേ നേരമായിട്ടായിരിക്കണോ അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാവരുടെയും വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇനി ഇതാ ഈ കസേര ഇട്ടിരുന്നിട്ട് കണ്ടോ. കുട്ടികളില്ലേ, കുട്ടികളാണോ വലിയവരാണോ എന്നറിയില്ല. അതൊന്നും ആരാ എന്താ നോക്കിട്ട് എല്ലാവർക്കും ദിവസം വീട്ടിൽ പെരുമാറുമ്പോൾ സംഭവിക്കുന്നത്. ഒരു വീട്ടിൽ ദിവസം പെരുമാറുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെന്താ, ഇത് നമ്മൾ പൂട്ടിയിടല്ലോ, നമ്മൾ പൂട്ടിയിടുന്നല്ലോ. അപ്പോൾ വൃത്തികേടൊക്കെ ഉണ്ടാവും. അപ്പോൾ വൃത്തിയാക്കുക എന്നല്ലാതെ നമുക്ക് വൃത്തികേടാക്കിയാലും നമ്മൾ ഇത്രയും കാലം അവിടെയല്ലേ എല്ലാവരും പാടെ കഴിഞ്ഞത്. അപ്പോൾ എത്ര വലിയ മണിമാളികയാണ് പറഞ്ഞു വെച്ചാലും നമ്മുടെ മക്കൾക്ക് കളിക്കാനും ഓടി നടക്കാനും ഒക്കെ തന്നെയാണ് നമ്മുടെ വീട്, 2 വീടുകളും. അപ്പോൾ അവർ ചളിയാക്കട്ടെ, നമുക്ക് കൈയുണ്ടല്ലോ അല്ലേ.
മുകളിലൊരു കയറിക്കളിക്കലാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ ക്യാരം ബോർഡ് കളിയാണ് രാത്രി ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കുകൾ അവിടെയൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടാവും കേട്ടോ. അതൊക്കെ തുടച്ചിട്ടാണ് ഇങ്ങനെ ആയത്. നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എനിക്ക് ഞങ്ങൾ കിടക്കുന്ന റൂം ഇവിടുത്തെ ഈ റൂമൊക്കെ വൃത്തിയാക്കാണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ക്ലീനിങ് അല്ലേ അല്ലേട്ടാ? ഓരോന്ന് ക്ലീൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ച് ക്ലീൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇപ്പം നമ്മളിത് പെയിൻ്റ് അടിയൊക്കെ ഉണ്ടാവുക നമ്മുടെ അമ്മൂൻ്റെയൊക്കെ ഒരു കാര്യത്തിനൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോഴായിരിക്കില്ല, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാ ചപ്പോൾ പെൺകുട്ടിയല്ല, അല്ലാതെ ഒന്നും ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മളൊക്കെ വീട് വയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ. എൻ്റെ വീടൊക്കെ പെയിൻ്റ് അടിച്ചതൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിന്, ഏട്ടൻ്റെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ കണ്ടോ നമ്മളെപ്പോഴും ചെയ്യും കൊണ്ടിതാ ചളി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണോ? പക്ഷെ ഇവിടെ ചളി ഉണ്ടാവും. ഇതെടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് കുട്ടികൾ ഇതിൻ്റെ അടിയിൽ വെക്കാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ വാങ്ങിയില്ല അല്ലേ, മറന്നൂല്ലേ നമ്മൾ. ഇവിടെ വേണം. അതെ, പോകുമ്പോഴൊന്നും കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കർട്ടൻ, ഈ ഉമ്മർത്തേക്ക് നമുക്കൊരു കർട്ടനും വേണം കേട്ടോ. ഭയങ്കര വെയിലാണ്. അത് അവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരാനേ പറ്റില്ല. ചുട്ടിട്ട് നമുക്ക് ചൂടിന് മാത്രമല്ല TV കാണാൻ കുട്ടികൾ ഇവിടെ വന്നിരിക്കില്ല കേട്ടോ. അത്രയും വെയിലെറിക്കും. അപ്പോൾ ഒരു കർട്ടൻ വാങ്ങണം പറഞ്ഞിട്ടാണ് ഞങ്ങൾ നാളെ ഒരു വീട്ടിൽ പോയപ്പോൾ കർട്ടനൊക്കെ അടിപൊളിയായി കർട്ടനൊക്കെ ഇട്ടേക്കണോ. കുട്ടികൾ തൂങ്ങിക്കളിച്ചിട്ട് ഇവിടുന്ന് ഈ 2 സൈഡ് ഒടിഞ്ഞിങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് വീണൂലേട്ടാ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് കുട്ടികൾ ചുമരും കൂടി അത്ര ഇതില്ലാത്ത ചുമരുകളൊക്കെ അല്ലേ, പാറപ്പൊടിയൊക്കെ അല്ലേ, ഒരു സൈഡ് വെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നും കൊണ്ടേയിരിക്കും. പൊന്നൂസിനെ കുളിപ്പിക്കണ്ടാനേ, പൊന്നൂനെ കുളിപ്പിക്കുന്നതിൻ്റെ അങ്കാണ്. അച്ചു ആണ് കേട്ടോ കുളിപ്പിച്ച് അംഗനവാടി കൊണ്ടേക്കുക. അപ്പോൾ എന്താ ഇന്നെന്താണെന്നറിയില്ല, ഒരു ഉഷാറില്ല. അല്ലെങ്കിൽ അമ്മൂൻ്റെ കൂടത്തേക്ക് അമ്മു അങ്ങനെ കുളിപ്പിക്കാനും ഇതിനൊന്നും പോവില്ല. പക്ഷെ അച്ചുട്ടി അങ്ങനെയല്ല കേട്ടോ. അച്ചുട്ടി കുളിപ്പിക്കാനും ഇതിനൊക്കെ പോവും. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ വേറെ കളറാണ് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ. പിന്നെ കൂട്ടുകാരില്ലേ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒറ്റയടിക്കായിരിക്കില്ല വീഡിയോ എടുക്കുക, കുറച്ച് അപ്പോൾ അതൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ പിന്നെയും കാണിക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ കാണിക്കില്ല അല്ലേട്ടാ. നിർത്താതെ വീഡിയോ എടുക്കലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ആകെപ്പാടെ പേടി വന്നു. പിന്നെ പറയും തുടച്ചതും കൊണ്ട് തന്നെ നിങ്ങൾ തുടയ്ക്കണോ ചോദിക്കരുതേ പറയുക. അപ്പോൾ അതാ ഇവിടെ നമുക്ക് നിർത്തട്ടെ. ഞാനില്ലേ ഇനി കുറച്ച് ഇന്നലെ കുറേ തുണികളുണ്ട് കേട്ടോ തിരുമ്പാൻ. ഇന്നലെ തുണി തിരുമ്പലൊന്നും നടന്നിട്ടില്ല. തുണി തിരുമ്പണം. ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരിയോ ഒരു ചമ്മന്തി ഒരു ഉപ്പേരി അരയ്ക്കണം. ഉച്ചയ്ക്ക് പിന്നെ തൈരും കൂട്ടി കഴിക്കുക. ഏട്ടന് പിന്നെ തൈരുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കേട്ടോ, അത് കൂട്ടി കഴിച്ചോളും. പിന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. അനിയൻ പണിക്കും പോയി, ഉച്ചയ്ക്ക് കഴിക്കാനും വരില്ല. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. നല്ല വിശേഷങ്ങൾ ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കുറേ കൂട്ടുകാർ. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പോകണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും കാരണങ്ങളും കൊണ്ട് മുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് എന്തായാലും ദൈവം സഹായിക്കട്ടെ, ഇന്ന് പോകാൻ പറ്റിയ പോകണല്ലേ. പോകണ്ട, നിങ്ങൾ റെഡിയായി പോവും. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം എനിക്ക് വേണ്ടി പോവല്ലോ. നിങ്ങൾ ആ സമയം നിങ്ങൾ എന്തെങ്കിലും തിരക്കന്ന് വേണ്ട, നാളെ പോവാ. ഇല്ല ഇന്ന് നേരത്തെ പോവാം. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ പോവാം. അല്ലാതെ അതിലും നേരത്തെ പോലും നടക്കില്ല കേട്ടാ. വെയിലിൻ്റെ ചൂടും കൊണ്ട് എവിടെ പോയിരിക്കുന്നത്, കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ലാത്ത സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ടാറ്റാ.